ഹലോ ഗേസ്, മിനിയേച്ചർ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഏതൊരു വണ്ടി ചെയ്യണമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ചെയ്തെടുക്കാം. അത് നമുക്ക് A4 ഷീറ്റിലോട്ടോ അല്ലെങ്കിൽ ഗ്രാഫ് പേപ്പറിലോട്ടോ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ, ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് വണ്ടിൻ്റെ മെഷർമെൻ്റ് ആണോ വേണ്ടത് ആ വണ്ടിൻ്റെ കുറച്ച് ഫോട്ടോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായി കാണിച്ചു തരാൻ പോകുന്നത് BMW M3 GTRൻ്റെയാണ്. അപ്പോൾ ഞാനിതിൽ BMW M3 GTR ബ്ലൂ പ്രിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ഫസ്റ്റ് ഫോട്ടോ ഈ ഒരു ഫോട്ടോ ഫസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. നമുക്ക് വേണ്ടത് നമ്മൾ ഏത് വണ്ടീൻ്റെ ആണോ ആ വണ്ടീൻ്റെ ഒരേ ഫോട്ടോൻ്റെ അകത്ത് വണ്ടീൻ്റെ 3 സൈഡും വരണം, ഫ്രണ്ട് ബാക്ക് സൈഡ് ഇതെല്ലാം ഒരേ ഫോട്ടോൻ്റെ അകത്ത് വരണം. അപ്പോൾ അതിനാണ് ഈ ഒരു ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്യണത്. അതിനുശേഷം വണ്ടീൻ്റെ സൈഡ് മാത്രം വേണം. അപ്പോൾ വണ്ടീൻ്റെ സൈഡ് വ്യൂ, ഓക്കെ, ഇതിൽ ഏറ്റവും നല്ലൊരു ഫോട്ടോ നോക്കി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഒരു ഫ്രണ്ട് വ്യൂവിൻ്റെയും ഒരു ഫോട്ടോ വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ക്ലിയറൊക്കെ അല്ല, കറക്റ്റായിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ സൈഡ് വ്യൂ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ. അപ്പോൾ ഇത് ക്രോപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിത് എഡിറ്റ് പോയിട്ട് ക്രോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ താഴ്ഭാഗം നമ്മളെ ഫോട്ടോൻ്റെ താഴ്ഭാഗത്ത് വരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു രീതിക്ക് ഇത് ചെയ്യാണ്. ഞാൻ ഇത് കറക്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നില്ല, കാരണം ചില സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോയിൽ കുറച്ചങ്ങോട്ട് കയറുന്ന രീതിക്ക് ആ ഒരു ആപ്പിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡും മുകൾ ഭാഗവും കറക്റ്റ് ആക്കണില്ല, താഴ്ഭാഗം മാത്രം കറക്റ്റ് ആക്കുകയാണ്. ദെൻ ഈ ഒരു ഫോട്ടോ നിങ്ങൾ സേവ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഈ ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം ആ ഒരു ഫോട്ടോ ഇതിലോട്ട് കൊണ്ടുവരിക. നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഫോട്ടോ ഇതിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഫോട്ടോ, ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ. അതിനുശേഷം ഈ ഒരു SQ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ അത് നിങ്ങൾ ഓൺ ആക്കിയിടുക. ഓക്കെ, SQ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഞാൻ ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ BW എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനും പാടെ ഓൺ ആക്കിയിടുക. അത് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കിയിട്ടാൽ മതി, ഞാൻ ജസ്റ്റ് ഓൺ ആക്കിയിടുന്നത് മാത്രം. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് പോയിട്ട് അത് 4 ആയിരിക്കും കിടക്കുന്നത്, അത് മാറ്റിയിട്ട് 2 ആക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഇതിപ്പോൾ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഹൈറ്റ് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഹൈറ്റ് ജസ്റ്റ് റാൻഡം ആയിട്ടുള്ളൊരു നമ്പർ ഇടുക. എനിക്ക് 25 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 10 എന്ന് ജസ്റ്റ് ഇടുകയാണ്. അപ്പോൾ 10 എന്നിടുന്ന സമയത്ത് ഇത് 24 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 24 എനിക്ക് പോരാ, 25-ൻ്റെ മുകളിൽ എനിക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് 24 മതിയെങ്കിൽ ഈ ഒരു 10 ഇട്ടിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. പക്ഷേ എനിക്ക് 24 പോരാ, അപ്പോൾ ഞാൻ 11 ഇടുകയാണ്. 11 ഇട്ടു. അപ്പോൾ എത്രയാണ് വന്ന് കിടപ്പുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും 25 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് എന്തായാലും കാണും. അപ്പോൾ അതിനുശേഷം ഈ ഒരു കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം, ഗ്രിഡിൻ്റെ കളറ് നിങ്ങൾക്ക് മാറ്റാം. ഈ ഒരു ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രിഡിൻ്റെ കളറ് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഗ്രീനാണ് ഇടുന്നത്. ദെൻ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് കുറച്ചിട്ടിട്ടുണ്ട്. ദെൻ ഇത് നമുക്ക് സേവ് ചെയ്യാം. ഈ ഒരു ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ആ ഒരു ഫോട്ടോനെ വീണ്ടും എടുക്കണം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് വയ്ക്കഴിഞ്ഞാൽ ഫയൽസിൻ്റെ അകത്ത് വയ്ക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ആകും. അപ്പോൾ ഞാൻ സേവ് ചെയ്ത ഒരു ഫോട്ടോ, നമ്മൾ ആദ്യം സേവ് ചെയ്ത ഒരു ഫോട്ടോ തന്നെ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് നമ്മൾ നേരത്തെ സേവ് ചെയ്തത്. അപ്പോൾ ഇതന്നെ ഞാൻ അങ്ങോട്ട് എടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ നോക്കിയിട്ട് അത് 1 എന്നാക്കുക. 4 ആയിട്ട് കിടപ്പുള്ളത് അത് 1 എന്നാക്കുക.
ഓക്കെ, ദെൻ ഇതിന് നമുക്ക് SQ എന്നുള്ളത് ഓപ്ഷൻ ഇടേണ്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഹൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ, അത് എത്രയാണ് ഹൈറ്റ് എന്ന് ഞാൻ നോക്കണം. നമ്മൾ 11 സെൻറ്റിമീറ്റർ ആയിരുന്നു ഹൈറ്റ് വെച്ചത്. അപ്പോൾ 11 × 5 55 ഇടുകയാണ് ഞാൻ. 55ആണ് ഇടേണ്ടത്. ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് എന്താപ്പോൾ നമ്മൾ ഗ്രാഫ് പേപ്പറിലൊക്കെ കാണുന്ന മാതിരി ഗ്രീൻ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിൻ്റേതാണ്. അതുപോലെ ബ്ലാക്കാണ് ഇപ്പോൾ കിടപ്പുള്ളത്. അത് ഞാൻ ജസ്റ്റ് ബ്ലൂ ആക്കുകയാണ്. ബ്ലൂ മില്ലിമീറ്ററുമാണ്. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഗ്രാഫ് പേപ്പറിലോട്ടോ അല്ലെങ്കിൽ A4 ഷീറ്റിലോട്ടോ നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഞാൻ അത് കറക്റ്റ് ആക്കും. ഇപ്പോൾ 25 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ കിടപ്പുള്ളത്. 25 സെൻറ്റിമീറ്റർ തന്നെയാണ് ലെങ്ത്ത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ 25 × 5 ലെങ്ത്ത് നോക്കിയില്ലായിരുന്നു. 25 സെൻറ്റിമീറ്ററിന് മുകളിൽ കാണുമെന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ 25 × 5 125 നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ലെങ്ത്തിൻ്റെത് ഇതാണ്, ഈ ഒരു ഐക്കണാണ് ലെങ്ത്തിൻ്റെത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് 125 എന്നിട്ട് കൊടുക്കുകയാണ്. 125. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു ഗ്രാഫ് പേപ്പറിൻ്റെ ഇതിൽ ഈ ഗ്രീന് സെൻറ്റിമീറ്ററും അതുപോലെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു പർപ്പിൾ നമുക്ക് മില്ലിമീറ്റർ ആയിട്ട് കണക്കാക്കാം. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗ്രാഫ് പേപ്പറിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താണല്ലോ വെച്ചെങ്കിൽ അതിൻ്റെ അകത്തോട്ട് A4 ഷീറ്റിലോട്ടാണ് ഞാൻ വരച്ചെടുക്കാറ്. ഞാൻ മുമ്പും ഒരുപാട് വണ്ടികൾ A4 ഷീറ്റിലോട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനകത്ത് അനുസരിച്ച് ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് നമ്മൾ നോക്കിയില്ലായിരുന്നു, എത്രയാണ് ഹൈറ്റ് വരുന്നത് നോക്കട്ടെ. ഇതിപ്പോൾ ഈ ഒരു ബാക്കി വരുന്ന ഫോട്ടോ പാടെ കൂട്ടിയിട്ടാണ് 11 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. ഈ ഒരു കാറിൻ്റെ 7 സെൻറ്റിമീറ്ററാണ്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരളവ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സൈഡ് വരയ്ക്കുന്നത്. ഇനി ഫ്രണ്ടും ബാക്കും പാടെ നമുക്ക് നോക്കണം. അതെന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ വരച്ച കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ ചെയ്തതാണ്. അന്ന് ഞാൻ മില്ലിമീറ്ററിൻ്റെ ലൈൻ ഇട്ടിട്ടില്ലായിരുന്നു, സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ മാത്രമേ ഇട്ടിട്ടുള്ളത്. ഇത് ഡോഡ്ജിന് പറഞ്ഞൊരു വണ്ടിൻ്റെയാണ്. അപ്പോൾ ഇത് ഞാൻ വരച്ചെടുത്തതാണ്. A4 ഷീറ്റിലോട്ട് ഇത് ആദ്യം വരച്ചു. A4 ഷീറ്റിൽ ഇങ്ങനെ 1 × 1 സെൻറ്റിമീറ്ററിൽ കോളങ്ങൾ വരച്ചു. അതിന് ശേഷം ഓരോ പാർട്ടായിട്ട് ഞാനിത് ഫുള്ള് വരച്ചെടുത്തു. ഇതുപോലെ നിങ്ങൾക്കും ഏത് വണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിലും വരച്ചെടുക്കും.